അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലി വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരാഴ്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ വീടിനുള്ളിലുള്ളവരെ കുഴിമടിയന്മാരാവുമെന്ന് 100% ഉറപ്പാണ്. വീട്ടുകാർ വന്നിട്ട് പോലും അൻസിബ മൈൻഡ് ഗെയിം ഫോളോ ചെയ്യുകയാണ്. അതുപോലെ എന്തിനായിരിക്കും സായി കൃഷ്ണ അച്ഛന് ഇത്രമാത്രം ഭയക്കുന്നത്? മറ്റൊന്ന്, പതപ്പിക്കൽ ടാസ്കിൽ ബാത്റൂം ടീം ജയിച്ചത് കള്ളക്കളിക്ക് പിന്നാലെയല്ലേ? ജാസ്മിൻ പറഞ്ഞതിലെ സത്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ബിഗ് ബോസ് വീട്ടിലെ 65-ാം ദിവസം. 65 ദിവസമായി, ഇനി ആകെ 35 ദിവസം കൂടിയേ ഉള്ളൂ. ഇതിൽ ഈ ഒരാഴ്ച ഫാമിലി വീക്ക് എന്ന് പറഞ്ഞിട്ട് പോകും. ഇതിന്റെ ഇടയിൽ ഒരുപാട് ടാസ്കുകൾ വരാനുണ്ട്, എലിമിനേഷൻ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലെ നമുക്കറിയാം ലാസ്റ്റ് ടൈമിലാണ് ഈ ഒരു ഫാമിലി വീക്ക് വരുന്നത്. ആ ടൈമിൽ എനിക്ക് തോന്നുന്നു 7-8 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ എന്ന് പറയുന്നത് അങ്ങനെയല്ല, 13 പേരാണ് വീടിനുള്ളിലുള്ളത്. ഇവരുടെയൊക്കെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. 7 ദിവസത്തിനുള്ളിൽ ഈ പരിപാടി കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരേ സമയം 2 പേരുടെ വീട്ടുകാരെ കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ വരുന്നത് ഋഷിയുടെ ഫാമിലിയാണ്. കഴിഞ്ഞ സീസണിലെ സെയിം പാറ്റേൺ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഒരു പാട്ട് പ്ലേ ചെയ്യും, ശേഷം അവരുടെ ഫാമിലിയുടെ എൻട്രി. ഒരു ചേഞ്ച് എന്ന് പറയാനുള്ളത് കാറിലാണ് ഇത്തവണത്തെ എൻട്രി ഉണ്ടായത്. അങ്ങനെ ഋഷിയുടെ ഫാമിലി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അമ്മയും ബ്രദറും ആണ് വന്നത്. ഋഷിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ചെറിയ കുട്ടികളെ പോലെ ആയിരുന്നു. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മമാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരച്ചിലൊക്കെ വരില്ല, അതുപോലെയായിരുന്നു ഋഷി ഉണ്ടായിരുന്നത്. നമ്മൾ കളിയാക്കി പറയല്ല, ഓരോരുത്തർക്കും ഓരോ ഇമോഷൻസ് ഉണ്ട്, പല രീതിയിലാണ്. ചിലർ പുറത്ത് കാട്ടില്ല, ചിലർ പുറത്ത് പ്രകടിപ്പിക്കും. ഋഷി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫാമിലി റിലേറ്റഡ് പേഴ്സൺ ആണ്, അമ്മ അനിയൻ ഇതാണ് ലോകം എന്നൊക്കെ. ഋഷി അമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇവിടെ എനിക്ക് സ്കൂൾ പോലെയാണ് തോന്നുന്നത്, എളുപ്പമല്ല ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്നൊക്കെ. അമ്മ അനിയനാണെങ്കിലോ മാക്സിമം ഋഷിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. നന്നായി ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. പുറത്ത് എന്താണ് അവസ്ഥ എന്നറിയാൻ ഭയങ്കര താല്പര്യമായിരുന്നു ഋഷിക്ക്. പക്ഷെ അതൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അമ്മ അനിയനും ഒന്നും മിണ്ടുന്നില്ല. ബാക്കിയുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ജിൻഡോയും അപ്സരയും, ഇവരൊക്കെ ഞങ്ങള് ഒന്ന് മനസ്സിൽ വെച്ച് ചെയ്യുന്നതല്ല, ഗെയിം ആയതുകൊണ്ടാണ് ഋഷിയോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു ചെറിയ രീതിയിൽ ഒരു കുമ്പസാരം. ഋഷിയുടെ അമ്മ ഫുൾ ടോക്കറ്റീവ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആ ഒരു എപ്പിസോഡ് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഋഷിയുടെ അമ്മയും അനിയനും വന്ന ആ ഒരു ടൈം. നെക്സ്റ്റ് വരുന്നത് അൻസിബയുടെ ഉമ്മയും അനിയനും ആണ്. അൻസിബേനെ കണ്ടതിനേക്കാൾ ഉമ്മയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നത് ജാസ്മിനെ കണ്ടപ്പോഴായിരുന്നു. കണ്ടപാടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതുപോലെ നീ എന്റെ മോളെ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ആശ്വാസ വാക്കുകൾ ഇല്ല എന്ന് പറയുന്നതായിരിക്കും. കാരണം ഓൾറെഡി ഇമോഷണലി ഡൗൺ ആണ്. പുറത്തുനിന്ന് എത്തിയ ഒരാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴുള്ള ഒരു ആശ്വാസം അത് ജാസ്മിന്റെ മുഖത്തുണ്ടായിരുന്നു. ഋഷിക്ക് ബിഗ് ബോസ് വീട് സ്കൂൾ ഫീൽ ആണെങ്കിൽ അൻസിബയ്ക്ക് ജയിൽ എന്ന ഫീൽ ആണ്. ഉമ്മയോട് പറയുന്നുണ്ട് ഇമോഷണലി പറ്റുന്നില്ല, ഗെയിം മനസ്സിലാവുന്നില്ല, ഹാപ്പിയായി ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. എനിക്കിതൊക്കെ കേട്ടിട്ട് പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിനായി സംസാരിച്ചത് പോലെയാണെന്ന് തോന്നുന്നത്. കാരണം ഓൾറെഡി എലിമിനേഷനിലുണ്ട്, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് സേവ് ആവണം. അപ്പോൾ ഇമോഷണലി കാര്യങ്ങൾ പറഞ്ഞ് സിമ്പതി ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് അൻസിബയ്ക്ക് ഉള്ളത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനു വേണ്ടി ആയിരിക്കണം ഈ ഒരു രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുക. കാരണം അത്രയും നേരം കരഞ്ഞിരുന്ന ആള് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെയാണ് ചിരിച്ചു കളിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഭയങ്കര മൈൻഡ് ഗെയിം ആണ് അൻസിബ ഫോളോ ചെയ്യുന്നത്. കാരണം 10th വീക്ക് നോമിനേഷൻ വന്നപ്പോൾ യാതൊരു മടിയും കൂടാതെയാണ് അൻസിബ നോമിനേഷനിലേക്ക് പോവാന്ന് പറയുന്നത്. ബാക്കിയുള്ള 10 പേരും സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അൻസിബ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രേക്ഷകരുടെ സിമ്പതി നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്തായാലും ഓവർ കോൺഫിഡൻസ് കാരണം ഗബ്രിയുടെ അവസ്ഥയാവാതിരുന്നാൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഫാമിലി ഒരു ദിവസം അവിടെ നിന്നതിന് ശേഷമാണ് തിരിച്ചു വന്നത്. അതായത് രാവിലെ വന്ന് വൈകുന്നേരം രാത്രിയോട് കൂടിയാണ് തിരിച്ചു വന്നത്. അതൊരു ആദ്യത്തെ സംഭവമാണ്. കാരണം സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വരുന്നു, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു, അതിന് ശേഷമാണ് തിരിച്ചു പോകാറുള്ളത്. ഇത് രാവിലെ വന്ന് രാത്രി തിരിച്ചു പോകുന്നത് ഒരു ആദ്യത്തെ സംഭവമാണ്. ഇതിനിടയിൽ ഏറ്റവും വലിയ കോമഡി ആയ ഒരു സംഭവം ഉണ്ട്. ബാക്കി എല്ലാവർക്കും ഋഷിയുടെ അതുപോലെ അൻസിബയുടെ ഒക്കെ ഫാമിലിനെ കണ്ടപ്പോൾ ഞങ്ങളുടെ ഫാമിലിയും വരുമല്ലോ എന്ന സന്തോഷത്തിലാണ് ഇരുന്നത്. സായിയുടെ അവസ്ഥ അതായിരുന്നില്ല. എന്ത് വന്നാലും ശരി അച്ഛൻ വരരുത്, ഇനി ഭാര്യ വന്നാലും അമ്മ വന്നാലും കുഴപ്പമില്ല, അച്ഛൻ ഒരു കാരണവശാലും ബിഗ് ബോസ് വീട്ടിലേക്ക് വരരുത്, എന്റെ കൺട്രോൾ പോവും, വീട് തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സായി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം ഇങ്ങനെ പറയുന്നത്. എന്തായാലും സംഭവം കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. ആ എപ്പിസോഡിന്റെ മുക്കാഭാഗവും എന്റെ അച്ഛൻ വരരുത്, എന്റെ അച്ഛൻ വരരുത് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, സീക്രട്ട് ഏജന്റ് കിട്ടിയ ചാൻസിൽ ഫാമിലി വന്ന കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. ഈ ഫാമിലിനെ കാറിലാണ് കൊണ്ടുവരുന്നത്, ഗാർഡൻ ഏരിയയിലാണ് ഈ കാറ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഇടയിൽ സീക്രട്ട് ഏജന്റ് കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് റിവ്യൂ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ സീക്രട്ട് ഏജന്റ് എന്ന പേരിലാണ് സായി കൃഷ്ണ യൂട്യൂബ് ചാനൽ നടത്തുന്നത്. അതിൽ ഒരു കാറിനുള്ളിൽ ഇരുന്ന്
എന്നാണ് അദ്ദേഹം റിവ്യൂ ചെയ്യാറുള്ളത്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഫസ്റ്റ് അതാണ് ഓർമ്മ വന്നത്. സിജോയും ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് സായി ഇത് റിവ്യൂ ചെയ്യുന്നൊക്കെ. ഇതിനിടയിലെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അതായത് ഫാമിലി വന്ന ടൈമിലാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നത്, സോപ്പ് ഇട്ട് പതപ്പിക്കൽ. ഒരു സോപ്പ് കൊടുക്കും, ആ സോപ്പ് ഷവറിനടിയിൽ നിന്ന് പതപ്പിച്ച് തീർക്കുക. ഏത് ടീമാണോ ആദ്യം സോപ്പ് തീർക്കുന്നത് അവര് ജയിക്കും. ഇതായിരുന്നു ടാസ്ക്. വെസൽ ടീമിൽ നിന്ന് ജിൻഡോയും നന്ദനയും, അതുപോലെ കിച്ചൺ ടീമിൽ നിന്ന് നോറ, ശ്രീതു, ഫ്ലോർ ടീമിൽ നിന്ന് അഭിഷേകും ഋഷിയും, ബാത്റൂം ടീമിൽ നിന്ന് സിജോയും സായി, ഇത്രയും പേരാണ് ഈ ഒരു ടാസ്കിൽ മത്സരിച്ചത്. ഈ സോപ്പ് ഇട്ട് പതിപ്പിക്കുക എന്ന ചില്ലറ പരിപാടിയല്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം മാക്സിമം എല്ലാ ടീമും നല്ല പോലെ സോപ്പ് പതപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സോപ്പാണ്, അത് പതപ്പിച്ച് തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ലാസ്റ്റ് ജയിക്കുന്നത് ബാത്റൂം ടീമാണ്. സെക്കൻഡ് ഫ്ലോർ, തേർഡ് അതുപോലെ വെസൽ ടീം. ഇതിനൊക്കെ ശേഷം ജാസ്മിൻ, അർജുനും സിജോയോടും സായിയോടും ചോദിക്കുന്നത്, അതായത് ബാത്റൂം ടീമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സോപ്പ് പൊട്ടിപ്പോയിരുന്നെന്ന്. കാരണം അത്രയും നേരം ലീഡിംഗ് ആയി നിന്നിരുന്നത് ഫ്ലോർ ടീം ആയിരുന്നു. പെട്ടെന്നാണ് സായിയുടെ ടീം സ്കോർ ചെയ്യുന്നത്. സ്വാഭാവികമായ ഒരു സംശയം തോന്നും, കാരണം സോപ്പാണ്, പെട്ടെന്നൊന്നും അലയില്ല, ആ നേരം കൊണ്ട് എന്ത് മാജിക് ആണ് ചെയ്യുന്നതൊക്കെ നമുക്ക് തോന്നും. സായി പറയുന്നുണ്ട് ഡെനീമിന്റെ ജീൻസ് ആണ് ഇട്ടത്, കട്ടിയുള്ള ഷർട്ടാണ് ഇട്ടത്, അതുകൊണ്ട് സോപ്പ് പെട്ടെന്ന് പതയ്ക്കാൻ പറ്റിയെന്നൊക്കെ. അപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് സോപ്പ് കുടുങ്ങിയിട്ടാണ് വെള്ളം പോകാതിരുന്നതെന്നൊക്കെ. ശരിയാണ്, ബാക്കി എല്ലാ ടീമിന്റെയും വെള്ളം ആ ഒരു സ്പേസിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയിരുന്നു, ഇവരുടേത് മാത്രം ഇങ്ങനെ കെട്ടിക്കിടക്കായിരുന്നു. ജാസ്മിന്റെ സംശയം പോലെ തന്നെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു ടാസ്ക് ചർച്ചയാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഫാമിലിയൊക്കെ തിരിച്ചുപോയത്. അങ്ങനെ ഫാമിലി വീക്ക് ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ഒരു വീക്ക് കാര്യമായ കണ്ടന്റുകളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഫാമിലി വരുന്നതും പോകുന്നതും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും മാത്രമാണ് ഉണ്ടാവുക. ഈ ഫാമിലിയുടെ സംസാരത്തിൽ പിടിച്ച് കണ്ടന്റ് ഉണ്ടായാൽ മാത്രമാണ് ഉണ്ടായെന്ന് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം റനീഷയുടെ ബ്രദറും അതുപോലെ ഉമ്മയും വന്നപ്പോൾ വീടിനുള്ളിലെ ഗെയിമിനെ കുറിച്ച് ഒരു ഹിന്റിലൂടെ പറയാതെ ഒരു സൂചന കൊടുത്തിരുന്നു. അതായത് പറയാതെ പറയുക എന്ന് പറഞ്ഞ പോലെ ഈ ദുബായ് ചോക്ലേറ്റ് നല്ലതല്ലെന്നും സൂക്ഷിച്ച കൊള്ളാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു സംഭവം വലിയ രീതിയിലാണ് അന്ന് ചർച്ചയായിരുന്നത്. കാരണം സെറീനയും റനീഷയും തമ്മിൽ കൂട്ടാതെ തന്നെ സെറീനയാണ് ദുബായ് ചോക്ലേറ്റ് എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു പൊതുവെയുള്ള സംസാരം. ഈ രീതിയിൽ ഇത്തവണ ആരുടെയെങ്കിലും ഫാമിലിയൊക്കെ സംസാരിച്ചാലാണ് ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ കണ്ടന്റ് മേക്കിംഗ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇതേ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോവുക. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് പ്രേക്ഷകരും മത്സരാർത്ഥികളും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ജാസ്മിന്റെ ഫാമിലിയാണ്. കാരണം അവരെങ്ങനെയാണ് ജാസ്മിനോട് ബിഹേവ് ചെയ്യുക എന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ട്. കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ടാവും. സിജോയും സായിയൊക്കെ അത് പറയുന്നുണ്ട്, ജാസ്മിന്റെ ഉപ്പ വന്നാൽ സീൻ മാറ്റുമെന്നൊക്കെ. എന്തായാലും വരുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കുക എന്നൊക്കെ. എന്തായാലും ഫാമിലി വീക്ക് കുറച്ചുകൂടി എൻഗേജിങ് ആക്കാമെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഫാമിലി വരുന്നു പോകുന്നു, അവര് സംസാരിക്കുന്നു, അത് മാത്രമാണുള്ളത്. അത്യാവശ്യം നല്ല ടാസ്കുകളൊക്കെ ഈ വീക്കിലെ ബിഗ് ബോസിന് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്.